നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാട്ടിക തീരമേഖലയിൽ കടൽക്ഷോഭം രൂക്ഷം. കരുവന്നൂർ പുഴയും കനോലി കനാലും കരകവിഞ്ഞു. നിരവധി വീടുകളിൽ വെള്ളം കയറി. PN പണിക്കരെ അനുസ്മരിച്ച് നാടെങ്ങും വായനാ ദിനം ആചരിച്ചു. പഠനത്തിനിടയിലും പുതിയ കഥയെഴുത്തിന്റെ തിരക്കിലാണ് ES ആമി. വാർത്തകൾ വിശദമായി. കനത്ത മഴയിൽ നാട്ടിക തീരമേഖലയിൽ കടൽക്ഷോഭം രൂക്ഷം. കനത്ത മഴയിൽ നാട്ടിക പള്ളം ബീച്ച്, നാട്ടിക ബീച്ച് റിസോർട്ട് എന്നിവിടങ്ങളിൽ കനത്ത കടൽക്ഷോഭം രൂക്ഷമായി തുടരുന്നു. തിരമാല 50 മീറ്ററോളം കരയിലേക്ക് കയറി. നിരവധി തെങ്ങുകളും കാറ്റാടി മരങ്ങളും കടലെടുത്തു. ബീച്ച് റിസോർട്ടിന്റെ ഷെഡുകളും തിരമാലയിൽ തകർന്നുപോയി. ഇനിയും മഴ തുടർന്നാൽ കനത്ത നാശനഷ്ടം ഉണ്ടാവാനാണ് സാധ്യതയെന്ന് നാട്ടുകാർ പറയുന്നു. ദിവസങ്ങളായി തുടരുന്ന മഴയിൽ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി. കനോലി കനാലും കരുവന്നൂർ പുഴയും പലയിടത്തും കരകവിഞ്ഞൊഴുകുകയാണ്. മാത്തുത്തോട്, പുത്തൻതോട്, ചിറക്കൽ തോട് എന്നിവയും കരകവിഞ്ഞാണ് ഒഴുകുന്നത്. വെള്ളം ഉയർന്നതുമൂലം പള്ളിപ്പുറം ആലപ്പാട് റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചതായി അധികൃതർ അറിയിച്ചു. പുള്ള് മനക്കൊടി റോഡിലും പഴുവൽ കിഴിപ്പിളിക്കര റോഡിലും ഗതാഗത നിരോധനമുണ്ട്. താന്യം, ചാഴൂർ, അന്തിക്കാട് പഞ്ചായത്തുകളിൽ കോൾ മേഖലയോട് ചേർന്ന പ്രദേശങ്ങളും പുഴയോരങ്ങളിലും വീടുകൾ വെള്ളം കയറി. പലയിടത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ബന്ധുവീടുകളിലേക്കും ആളുകൾ താമസം മാറിയിട്ടുണ്ട്. തൃപ്പയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ പുതിയ വജ്ര ജൂബിലി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സ്ഥാപനം വളരെ ശ്ലാഘനീയമായ രീതിയിൽ നമ്മുടെ തീരദേശ മേഖലയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള അതിസാധാരണക്കാരായ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പുത്തൻ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ചെറിയ ചലനങ്ങൾ കൂടി ഉൾക്കൊള്ളാൻ സഹായകരമായ വിധത്തിൽ മികച്ച ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഒരുക്കുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അഭിമാനകരമായ കാര്യമാണ്. നമ്മുടെ ജില്ലയിലെ ആദ്യം ആരംഭിച്ച പോളിടെക്നിക് കലാലയങ്ങളിൽ ഒന്നാണ് ശ്രീരാമ പോളിടെക്നിക്. ഐക്യകേരള പിറവിക്ക് ശേഷം ആദ്യം അധികാരത്തിൽ വന്ന EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് രൂപീകരിക്കാൻ തയ്യാറാവുകയും കൂടുതൽ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ അനിവാര്യമാണ് എന്ന് കണ്ടുകൊണ്ട് അവയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ വർഷം ദേശീയ അക്രഡിറ്റേഷൻ സമിതിയുടെ അംഗീകാരം ലഭിച്ച വിവിധ വകുപ്പ് തലവന്മാരെയും മറ്റ് ജീവനക്കാരെയും ചടങ്ങിൽ അനുമോദിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടർ ആനി എബ്രഹാം, തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, മെമ്പർമാരായ മഞ്ജുളാരുടൻ, ജൂബി പ്രദീപ്, മണികണ്ഠൻ CS, ഗ്രീഷ്മ സുഗിലേഷ്, CPIM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, NCP ജില്ലാ സെക്രട്ടറി UK ഗോപാലൻ, അധ്യാപക രക്ഷാകർതൃ സമിതി വൈസ് പ്രസിഡന്റ് ദേവി പ്രസാദ് TN, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി പവിത്രൻ ഇയാനി, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി ഷാദിൽ KI, പ്രിൻസിപ്പൽ ഇൻചാർജ് ബാബുരാജൻ TS എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 കോടി ചെലവിൽ തൃപ്പയാർ ശ്രീരാമ പോളിടെക്നിക്കിൽ വജ്ര ജൂബിലി കെട്ടിട സമുച്ചയം നിർമ്മിച്ചതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര സർക്കാരിൻ്റെ പേരുപോലും പരാമർശിക്കാതെ മുഖ്യമന്ത്രിയുടെ മാത്രം ഫോട്ടോ വെച്ച് പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുത്ത LDFിൻ്റെ നിലപാടിനെതിരെ BJP നാട്ടിക മണ്ഡലം കമ്മിറ്റി ശക്തമായി പ്രതിഷേധിച്ചു. മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ്, ജനറൽ സെക്രട്ടറിമാരായ ഷൈൻ നെടിയിരിപ്പിൽ, രതീഷ് TG തുടങ്ങിയവർ പങ്കെടുത്തു.
ഇന്ന് വായനാ ദിനം. സമൂഹ മാധ്യമങ്ങൾ അരങ്ങുവാഴുന്ന ഇക്കാലത്ത് വായന മരിക്കുന്നു എന്ന് വിലപിക്കുമ്പോഴും അക്ഷരങ്ങളെ ജീവവായു പോലെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി എഴുത്തുകാരിയാണ് ES ആമി. ഇതിനോടകം തന്നെ കഥാരചനയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയെടുത്തു +2 വിദ്യാർത്ഥിനിയായ ആമി. ഇക്കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മലയാളം കഥാരചനയിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ചെത്തിയ ഒരു വിദ്യാർത്ഥിനിയുടെ കഥയ്ക്ക് A ഗ്രേഡ് ലഭിച്ചു. അനന്തപുരിയുടെ മണ്ണിൽ കൗമാര കലാമേളയ്ക്കെത്തിയ ES ആമി എന്ന +1 വിദ്യാർത്ഥിനിയായിരുന്നു അതിജീവനത്തിന്റെ കഥ പറഞ്ഞ ആ കൊച്ചു കഥാകാരി. വേഗത്തിൽ നീങ്ങുന്ന ഘടികാര സൂചികൾ എന്നതായിരുന്നു കഥയുടെ വിഷയം. പത്രത്തിൽ വായിച്ച പഴയൊരു വാർത്തയെയാണ് ആമി കഥയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. കരയമ്പാടി എന്ന സാങ്കല്പിക പ്രദേശത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം വിലക്കും വിധം ഉയർന്നു വന്ന ജാതി മതിലും തുടർന്ന് നടന്ന പ്രക്ഷോഭങ്ങളുമായിരുന്നു കഥയുടെ ഇതിവൃത്തം. പ്രതിസന്ധികളെ തരണം ചെയ്ത് വിജയം വരിക്കുന്ന ഒരു പെൺകുട്ടിയിലൂടെ സഞ്ചരിക്കുന്ന കഥയ്ക്ക് ശവനാറി പൂക്കൾ എന്നായിരുന്നു ആമി നൽകിയ പേര്. കഥയെഴുത്തിൽ ഭാഷ കൊണ്ട് വൈവിധ്യം തീർക്കുന്ന ആമി എഴുത്തിന്റെ ലോകത്ത് ശക്തമായൊരു സ്ത്രീ സാന്നിധ്യമായിരിക്കുമെന്ന് വിധികർത്താക്കളും അന്ന് വിലയിരുത്തി. ചെറിയ പ്രായത്തിലും വൈവിധ്യമായ വിഷയങ്ങൾ കഥാരചനയ്ക്കായി തിരഞ്ഞെടുക്കുന്ന ആമിക്ക് എഴുത്തിന്റെ വഴിയിൽ ഇരട്ടി ഊർജം പകർന്നതായിരുന്നു ആ വാക്കുകൾ. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായ ആമി ശ്രീനാരായണപുരം സ്വദേശിയും നാടക പ്രവർത്തകനുമായ സുധീഷ് അമ്മവീടിന്റെയും കലാകാരി കൂടിയായ ജിതിയുടെയും മകളാണ്. കുഞ്ഞുനാളിലെ വായനയുടെ ലോകത്തേക്ക് കടന്നുവന്ന ആമി 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ചെറിയ കഥകളും കവിതയുമെല്ലാം എഴുതാൻ തുടങ്ങിയിരുന്നു. അക്ഷരങ്ങളാണ് ആമിയുടെ ലോകം. ഹൈസ്കൂൾ തലത്തിൽ വിദ്യാരംഗത്തിന്റെയും ശിശുക്ഷേമ സമിതിയുടെയും കഥാരചന മത്സരങ്ങളിൽ ഉപജില്ലാ ജില്ലാതലങ്ങളിൽ തുടർച്ചയായി സമ്മാനങ്ങളും വാരിക്കൂട്ടി. വിവിധ ജില്ലകളിൽ സംഘടിപ്പിക്കുന്ന സാഹിത്യ ക്യാമ്പുകളിലും ആമി നിറസാന്നിധ്യമായി. നിരവധി പുരസ്കാരങ്ങളും ഈ പെണ്ണെഴുത്തുകാരിയെ തേടിയെത്തി. വയനാട് പെരിക്കല്ലൂർ സ്കൂൾ 2024 നടത്തിയ സംസ്ഥാനതല കഥാ പുരസ്കാരം, 2024 TV കൊച്ചുബാവ പുരസ്കാരം, ഈ വർഷത്തെ ഗാർഗി അങ്കണം പുരസ്കാരം, കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയുടെ വായനയുടെ ലോകം പുരസ്കാരം തുടങ്ങി ചെറുതും വലുതുമായ അംഗീകാരങ്ങളുടെ പട്ടിക അങ്ങനെ നീളുന്നു. ഞാൻ എഴുതി തുടങ്ങിയത് ഒരു 4ാം ക്ലാസ് ഒക്കെ തൊട്ടാണ്. 4ാം ക്ലാസ് തുടങ്ങി എഴുതി തുടങ്ങാന്ന് പറയുമ്പോൾ ആ ഒരു പ്രായം തുടങ്ങി വായനാശീലമൊക്കെ ഉണ്ട്. വീട്ടിൽ ചെറിയൊരു ലൈബ്രറി ഒക്കെ അച്ഛനമ്മയും കൊണ്ടുവരികയും അതിൽ നിന്ന് ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ച് കൊച്ചു കൊച്ചു പുസ്തകങ്ങളിൽ നിന്ന് തുടങ്ങി പിന്നെ വലിയ വലിയ പുസ്തകങ്ങളിലോട്ട് കയറിയിട്ടാണ് പതുക്കേനെ എഴുത്തിൻ്റെ മേഖലയിലോട്ടൊക്കെ വരുന്നത്. ഞാൻ ഒരു 5ാം ക്ലാസ് മുതൽ മത്സരങ്ങളിലോട്ടൊക്കെ പങ്കെടുത്ത് തുടങ്ങിയത്. 5ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ വിദ്യാരംഗത്തിൻ്റെയും ശിശുക്ഷേമ സമിതിയിലൊക്കെ മത്സരങ്ങളിൽ പങ്കെടുത്തു. അപ്പോഴൊക്കെ ഒരു ജില്ല വരെയൊക്കെ എത്തുള്ളൂ, UPക്ക് ജില്ല വരെ ഉള്ളൂ. അപ്പോൾ ജില്ല വരെയൊക്കെ എത്തുള്ളായിരുന്നു. പിന്നെ 8ാം ക്ലാസ്സൊക്കെ ആയപ്പോഴാണ് വിദ്യാരംഗത്തിൻ്റെ സംസ്ഥാന തലത്തിലൊക്കെ പോയി തുടങ്ങിയത്. പിന്നെ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും സംസ്ഥാന തലത്തിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കലോത്സവത്തിൽ സംസ്ഥാന തലത്തിൽ കഥാരചനയ്ക്ക് A ഗ്രേഡ് കിട്ടിയിട്ടുണ്ടായി, നാടകത്തിൽ A ഗ്രേഡ് കിട്ടി. പിന്നെ ആമി എന്നുള്ള പേര് വരാൻ കാരണം അച്ഛനും അമ്മക്കും മാധവിക്കുട്ടിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരെ ചെറിയ പ്രായത്തിൽ മാധവിക്കുട്ടിനെ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വായിച്ച് അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരാളുടെ പേരായതുകൊണ്ടാണ് എൻ്റെ പേര് ആമി നിട്ടാന്നാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ കുറച്ചാലായിട്ട് ഞാൻ മാധവിക്കുട്ടിനെ ഭയങ്കരമായിട്ട് വായിക്കുകയൊക്കെ ഉണ്ടായി. മണപ്പുറത്തിന്റെ പ്രശസ്ത നാടൻ കലാകാരനായിരുന്ന EIS പുതിയകാവിന്റെ ചെറുമകൾ കൂടിയായ ആമി ഗാനാലാപനത്തിലും അഭിനയത്തിലും കൂടി മികവ് തെളിയിച്ചിട്ടുണ്ട്. മണിപ്പൂർ കലാപ പശ്ചാത്തലത്തിൽ പിതാവ് സുധീഷ് അമ്മവീട് എഴുതി സംവിധാനം ചെയ്ത വിലാപം എന്ന ഒറ്റയാൾ നാടകം ആമി ഒട്ടേറെ വേദികളിലാണ് അവതരിപ്പിച്ചത്. സംസ്ഥാന കലോത്സവത്തിൽ കഥാരചനയ്ക്കൊപ്പം നാടകത്തിലും ആമിക്ക് A ഗ്രേഡ് ലഭിച്ചിരുന്നു. ഫെമിനിസം, പരിസ്ഥിതി പ്രശ്നങ്ങൾ, ദളിത് വിഷയങ്ങൾ തുടങ്ങിയവയെല്ലാം കേന്ദ്രീകരിച്ച് ആമി എഴുതിയ കഥകൾ പുതിയ വായന അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. കൊളംബിയൻ സാഹിത്യകാരൻ ഗബ്രിയൽ ഗാർസിയ മാർക്കേസ് മുതൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരെല്ലാം ആമിയുടെ വായനയുടെ ലോകത്തെ സമ്പന്നമാക്കുന്നുണ്ട്. എഴുത്തുകാരി മാധവിക്കുട്ടിയെ ഏറെ ആരാധിക്കുന്ന സുധീഷും ജിതിയും തന്നെയാണ് മകൾക്ക് ആമി എന്ന പേരിട്ടതും. പേരിനെ അന്വർത്ഥമാക്കുന്നതായിരുന്നു ആമിയുടെ രചനാ പാഠവവും. അപ്പോൾ അവൾ വളർന്നു വരുന്നതിൻ്റെ ഒപ്പം തന്നെ വീട്ടിലൊരു ലൈബ്രറി രൂപപ്പെടുന്നുണ്ടായിരുന്നു. നമുക്ക് കിട്ടുന്ന പൈസ കൊണ്ട് പുസ്തകങ്ങൾ വാങ്ങിക്കുക, അത് കൂട്ടി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു. കാരണം അവൾ എഴുത്തുകാരി ആയില്ലെങ്കിലും പുസ്തകങ്ങൾ വായിക്കുമ്പോൾ
ഈ ലോകത്തെ കുറച്ചും കൂടി വിശാലമായിട്ട് കാണാനായിട്ട് പഠിക്കും. അത് ഏതൊരു കുട്ടിയോടും ഏതൊരു രക്ഷിതാവിനോടും നമ്മൾ പറയുന്നത്, നമ്മൾ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ പുസ്തകം വായിക്കും. അപ്പോൾ നമ്മളുടെ ലോകം കുറച്ച് വിശാലമാകുമ്പോൾ നമ്മുടെ മക്കളുടെ കാഴ്ചപ്പാടുകളെ നമുക്ക് തിരുത്താനും അവരുടെ ലോകം കുറച്ച് വിശാലമാക്കി കൊടുക്കാനും കുറച്ചും കൂടി മെച്ചപ്പെട്ട ലോകം ഉണ്ടാകുന്നതിന് വായന നമ്മളെ സ്വാധീനിക്കുമെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ പുസ്തകം വായിക്കാനായിട്ട് അവൾ നിരന്തരം നമ്മൾ ശീലിപ്പിച്ചിരുന്നു. അങ്ങനെ ആ വായനയാണ് അവൾ എഴുത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു സ്വപ്നം കൂടി അവൾ ഞങ്ങൾക്ക് സഫലമാക്കി തന്നെന്നുള്ളതാണ്. ചെറുതും വലുതുമായ പുസ്തകങ്ങളിലൂടെ വായനയെ പ്രണയിക്കുന്ന ആമിയുടെ തിരഞ്ഞെടുത്ത 20 കഥകൾ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. പഠനത്തിരക്കിനിടയിലും പുതിയ കഥയെഴുത്തിന്റെ തിരക്കിലാണ് ആമി ഇപ്പോൾ. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവം നടന്നു. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ +1 പ്രവേശനോത്സവം വരവേൽപ്പ് 2025 നടന്നു. വലപ്പാട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ MK രമേശ് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് PSP നസീറ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ലോക്കൽ മാനേജർ PK പ്രസന്നൻ മുഖ്യാതിഥിയായിരുന്നു. സൗഹൃദ കോർഡിനേറ്റർ രശ്മി വിജി, NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, കരിയർ ഗൈഡൻസ് ചുമതല വഹിക്കുന്ന അനിത OR എന്നീ അധ്യാപകർ രക്ഷിതാക്കൾക്കായി വിവിധ ക്ലാസുകൾ എടുത്തു. NSS വോളണ്ടിയർമാർ അവതരിപ്പിച്ച സ്വാഗത നൃത്തവും ലഹരിക്കെതിരായ നൃത്തശില്പവും പ്രവേശനോത്സവത്തിന് കൂടുതൽ മിഴിവേകി. പ്രിൻസിപ്പൽ ജയ ബിനി, GSB വാർഡ് മെമ്പർ ഗ്രീഷ്മ സുഖിലേഷ്, സ്കൂൾ വികസന സമിതി ചെയർമാനും ബോർഡ് അംഗവുമായ CS മണികണ്ഠൻ, PTA വൈസ് പ്രസിഡന്റ് പ്രിൻസ് മദനൻ, അധ്യാപകനായ നവീൻ ഭാസ്കർ, ഹൈസ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ശ്രീജിതി K, സ്റ്റാഫ് സെക്രട്ടറി രഘുരാമൻ KR എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഈ പറയുന്ന +1 എന്ന് പറയുന്ന പണ്ട് പ്രീ ഡിഗ്രിയാണ്. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കുറച്ചുകൂടെ സ്വതന്ത്രമായ ഒരു ലോകത്തേക്ക് ചേക്കേറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കോളേജ് ജീവിതകാലത്തെ കണ്ടിരുന്നത്. ഇന്നത് 2 കൊല്ലം കൂടെ കഴിയണം കോളേജിൻ്റെ പടി കാണണമെങ്കിൽ. സ്വാഭാവികമായിട്ടും ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ കുറച്ചുകൂടെ ലിബറലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മളെ ആഗ്രഹിച്ചുകൊണ്ട് വരുമ്പോഴാണ് ടീച്ചർ പിടിച്ചുകൊണ്ട് മുടിവെട്ടി കളയും. 8:45 വന്നോളാം, ചോറ് കൊണ്ടുവരണം, ദൈവമേ ട്രെയിനിങ് ക്യാമ്പിലേക്കാണ് എന്ന് വിചാരിച്ചു അല്ലേ? നല്ലതാണ്. അച്ചടക്കം എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഗുണമാണ്. അച്ചടക്കരാഹിത്യമാണ് ഇന്ന് നമ്മൾ കാണുന്ന പല കുഴപ്പങ്ങളുടെയും മൂലാധാരം. സ്വാതന്ത്ര്യം എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്നറിയാത്ത ഒരു അന്തമില്ലാത്ത കാലം, നെഗറ്റിവിറ്റികളുടെ പുറകെ പോകുന്ന വിഭ്രമമായ ഒരു ചിന്തകളുടെ കാലം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഗീഷ് പൂരാടിൻ്റെ ഈ മാസത്തെ ഓണറേറിയം രോഗബാധിതനായ BMS പ്രവർത്തകൻ്റെ കുടുംബത്തിന് നൽകുവാൻ BMS പ്രസിഡന്റ് ശശികുമാറിന് നൽകി. BJP പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ആലയിൽ, അനിൽ സന്തോഷ് കൊല്ലാറ, സജീവൻ കേരച്ചൻ, ഷജീനൻ, ഷൺമുഖൻ മയൂർ എന്നിവർ പങ്കെടുത്തു. ഇതുൾപ്പെടെ ബഗീഷ് പൂരാടിൻ്റെ 4.5 വർഷത്തെ ശമ്പളവും അസുഖബാധിതർക്കും കഷ്ടത അനുഭവിക്കുന്നവർക്കുമാണ് നൽകിയിട്ടുള്ളത്. ഗുരുതരമായ രീതിയിൽ പ്രമേഹം ബാധിച്ച് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട BMS പ്രവർത്തകർക്ക് നൽകുന്നതിന് വേണ്ടി നമ്മുടെ BMSൻ്റെ ഇവിടുത്തെ പ്രസിഡൻ്റായിട്ടുള്ള ശശികുമാറിന് ഞാൻ കൈമാറി. ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നമ്മൾക്ക് സഹായിക്കേണ്ടതാണ്. അതിനെല്ലാ BMS പ്രവർത്തകരും എല്ലാ തൊഴിലാളികളും സഹകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. CPM താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ യുദ്ധവിരുദ്ധ റാലി നടത്തി.
CPIM താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്ത് യുദ്ധവിരുദ്ധ റാലി നടത്തി. പെരിങ്ങോട്ടുകര മൂന്നുംകൂടിയ സെന്ററിൽ നിന്ന് ആരംഭിച്ച റാലി ഷെഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം ലോക്കൽ സെക്രട്ടറി TV മദനമോഹനൻ ഉദ്ഘാടനം ചെയ്തു. KA ബാബു അധ്യക്ഷനായി. PR സുരേന്ദ്രനാഥ്, PK സീനത്ത്, രതി സുരേന്ദ്രൻ, KV സതി, TV പ്രദീപ് കുമാർ, KS ഷൈജു, അനന്തു K ദിനേശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. PB അനിൽ, ഷൈനി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ലക്ഷ്യമാക്കുന്നതിന്റെ അർത്ഥം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയൊരു മനുഷ്യജീവൻ ആ ഭൂമിയിൽ കിഴക്കരുത്, ഉണ്ടാകരുത് എന്നതിന്റെ അടിസ്ഥാനം. യുദ്ധം ആർക്കുവേണ്ടി എന്നുള്ളത് വളരെ വലിയ ചോദ്യമാണ്. ദളിത് കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റി മഹാത്മാ അയ്യങ്കാളി അനുസ്മരണം നടത്തി. യോഗത്തിൽ ദളിത് കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് സുന സന്തോഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബൈജു, ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ്, KV സിജിത്ത്, ഗിൽസ തിലകൻ, AA മുജീബ്, PK ബാഹുലയൻ, AT റഫീഖ്, സുനിൽ വാലത്ത്, TK രഘു, PK ഷാഫി, വത്സല തിലകൻ, AA മുഹമ്മദ്, KMA റഫീഖ്, VV അർജുനൻ, മോഹൻദാസ് വെണ്ണാരത്തിൽ എന്നിവർ സംസാരിച്ചു. ഇടവേള. Geeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. CPM നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലിയും പൊതുസമ്മേളനവും നടത്തി. CPIM നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലിയും പൊതുസമ്മേളനവും നടത്തി. നാട്ടിക ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച റാലി തൃപ്രയാർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ലോക്കൽ കമ്മിറ്റി അംഗം V ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം രജനി ബാബു അധ്യക്ഷത വഹിച്ചു. CPIM നാട്ടിക ലോക്കൽ സെക്രട്ടറി KB ഹംസ, TV ശ്രീജിത്ത്, AM ദിൽഷാദ്, AN സുധീർ, KK സന്തോഷ്, ശിവരാജൻ, PP ജിജോജ്, പ്രദീപ് ഏങ്ങൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിൽ സ്വച്ഛ് ഭാരത് മിഷൻ ഫണ്ട് ഉപയോഗിച്ച് നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിൽ നിർമ്മിച്ച ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം നടന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്വച്ഛ് ഭാരത് മിഷൻ ഫണ്ട് ഉപയോഗിച്ച് നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിൽ നിർമ്മിച്ച ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം നടന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി. സ്കൂൾ മാനേജർ PK പ്രസന്നൻ, സ്കൂൾ പ്രിൻസിപ്പൽ ജയ ബിനി GSB, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗ്രീഷ്മ സുഖിലേഷ്, KK സന്തോഷ്, സുരേഷ് ഇയാനി, CS മണികണ്ഠൻ, ഐഷ B, അബ്ദുൾ ജബ്ബാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കാരണം നമ്മളിത് ക്യാമ്പ് മഴക്കാലമായാലും പ്രളയം വന്നപ്പോൾ ക്യാമ്പ് തുടങ്ങിയത് ഈ വിദ്യാലയത്തിൽ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഒരുക്കി തന്നു. അന്നപ്പോൾ ബാത്റൂമിൻ്റെ ഒരു സൗകര്യക്കുറവ്, കുട്ടികൾ ഉപയോഗിക്കുന്നതും പിന്നെ വലിയ പുറത്തുനിന്നുള്ളവർ ഉപയോഗിക്കണം തമ്മിൽ ചെറിയ വ്യത്യാസം വേണം. അപ്പോൾ നമ്മൾ ശുചിത്വ മിഷൻ്റെ ഫണ്ട് 6 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ടാണ് ഈ 2 ടോയ്ലറ്റ് ആൺകുട്ടികൾക്കും 2 പെൺകുട്ടികൾക്കും. അപ്പോൾ എന്തായാലും ഇനിയും നമ്മൾ ഇവിടെ തന്നെ അത്യാവശ്യ സൗകര്യങ്ങൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നല്ല ബാത്റൂം സൗകര്യം ഒരുക്കി തരും എന്നാണ് ശുചിത്വ മിഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിൽ ഈ മാലിന്യ സംസ്കരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. SN വിദ്യാഭവൻ സ്വാന്തനം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തണൽ സാംസ്കാരിക വേദിയിലെ വിദ്യാർത്ഥികൾക്ക് സ്നേഹോപഹാരം കൈമാറി.
SN വിദ്യാഭവൻ സാന്ത്വനം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തണൽ സാംസ്കാരിക വേദിയിലെ വിദ്യാർത്ഥികൾക്ക് സ്നേഹോപഹാരം കൈമാറി. നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളാണ് വിതരണം ചെയ്തത്. 10 വർഷത്തിലേറെയായി ചാരിറ്റി പ്രവർത്തനങ്ങളിൽ തണൽ സാംസ്കാരിക വേദി സജീവമാണ്. 2 പുസ്തകം 2 പേന എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി SN വിദ്യാഭവൻ വിദ്യാർത്ഥികൾ സ്വരൂപിച്ച 500-ലേറെ നോട്ട്ബുക്കുകളും മറ്റ് പഠനോപകരണങ്ങളും തണൽ സാംസ്കാരിക വേദി കോർഡിനേറ്റർ ശോഭ സുബിൻ സ്കൂൾ അങ്കണത്തിലെത്തി ഏറ്റുവാങ്ങി. 1 പുസ്തകവും 1 പേനയും ഉണ്ടെങ്കിൽ ലോകത്തെ മാറ്റിമറിക്കാം എന്ന് ശോഭ സുബിൻ വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തി. SNE ആൻഡ് സി ട്രസ്റ്റ് സെക്രട്ടറി പ്രദീപ് MS, HM സുലജ NK, സാന്ത്വനം ക്ലബ്ബ് കോർഡിനേറ്റർ സീമ ടീച്ചർ, സ്കൂൾ ലീഡർമാരായ ശ്രേയ K, ഉജ്ജ്വൽ റാം എന്നിവർ ചേർന്നാണ് പഠനോപകരണങ്ങൾ കൈമാറിയത്. വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. DC ബുക്കിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ സംഘടിപ്പിച്ച പുസ്തക പ്രദർശനം മാനേജർ അജിത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ബിന്ദു സോമൻ ആമുഖ പ്രഭാഷണം നടത്തി. സീനിയർ സെക്ഷൻ ഹെഡ് നിഷ AP, ലൈബ്രറിയൻ ഭാഗ്യലക്ഷ്മി, മലയാളം വിഭാഗം HOD ഷിജു TV എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വായനയുടെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന പ്രസംഗം, കവിതാ പാരായണം, സംഘഗാനം, നൃത്തം എന്നിവ നടത്തി. വായനയുടെ പ്രാധാന്യം അറിയിക്കുന്ന പ്ലക്കാർഡുകളുമായി കുട്ടികൾ അണിനിരന്ന സ്പെഷ്യൽ അസംബ്ലിയും ശ്രദ്ധേയമായി. ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന വിഷയമാണ് വായന. ഇത് നമ്മളെല്ലാവരും മറന്നുപോയ ഒരു കാര്യം കൂടിയാണ്. എത്ര പേർ കൃത്യമായി പത്രം വായിക്കാറുണ്ട്? സത്യസന്ധമായി പറയും, കാലത്തെ എത്ര പേര് പത്രം വായിക്കാറുണ്ട്? വളരെ അപൂർവമാണ്. അതുപോലെ കാലസമയങ്ങളിൽ സ്കൂൾ വിട്ട ശേഷം വൈകിട്ട് വീട്ടിൽ വന്നിട്ട് പത്രം വായിക്കണം. മണലൂർ നിയോജകമണ്ഡലം ജനതാദൾ S കൺവെൻഷൻ സംഘടിപ്പിച്ചു. മണലൂർ നിയോജകമണ്ഡലം ജനതാദൾ S കൺവെൻഷൻ സംഘടിപ്പിച്ചു. കാഞ്ഞാണി സിംല മാളിൽ ചേർന്ന യോഗം JDS ജില്ലാ ജനറൽ സെക്രട്ടറി പ്രജു ആന്റണി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് TD ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. മണലൂർ മണ്ഡലം പ്രസിഡന്റ് അരുൺ വാലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺ വാഴപ്പിള്ളി, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷൺമുഖൻ വടക്കുംപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കിസാൻ ജനത ജില്ലാ പ്രസിഡന്റ് നാരായണൻ നമ്പൂതിരി, KN സുരേന്ദ്രൻ, VV ഗിരീശൻ, ബാബു വള്ളുകാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. വളരെയധികം കാലഘട്ടത്തിൽ ദീർഘനാളായുള്ള 1885 ആരംഭിച്ച നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനങ്ങൾ 1857 സിപ്പായി മ്യൂട്ടിന് മുതൽ നിരന്തരമായ ത്യാഗോചരമായ സമരങ്ങളിലൂടെ ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരെ പടപൊരുത്തിക്കൊണ്ട് സ്വാതന്ത്ര്യവും സമത്വവും സോഷ്യലിസവും ഇന്ത്യക്ക് കൈമുതലായി പ്രഖ്യാപിച്ച 1947 ഓഗസ്റ്റ് 15 ആ സ്വാതന്ത്ര്യത്തിൻ്റെ നല്ല വശങ്ങളുമായി 1975 വരെ നമ്മൾ മുന്നോട്ട് പോയി. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂൾ ദേശീയ വായനാ ദിനവും PN പണിക്കർ അനുസ്മരണവും നടത്തി. ദേശീയ വായനാ ദിനവും PN പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ച കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂൾ മൊബൈൽ, ഇന്റർനെറ്റ്, AI സാങ്കേതിക വിദ്യ എന്നിവയുടെ യാന്ത്രിക ലോകത്ത് നിന്ന് കുട്ടികൾക്ക് ആവേശം പകർന്നുകൊണ്ട് കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാഘോഷവും PN പണിക്കർ അനുസ്മരണവും നടത്തി. വളയാനല്ല വായിക്കാൻ തന്നെയാണ് തീരുമാനം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് നടന്ന പരിപാടി മുൻ അധ്യാപികയും എഴുത്തുകാരിയും കവയിത്രിയുമായ ഡോക്ടർ സുഭാഷിണി മഹാദേവൻ ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KK ഷൈൻവാസ് അധ്യക്ഷനായി. തുടർന്ന് ഉദ്ഘാടകയും കുട്ടികളും ചേർന്ന് അമ്പിളി അമ്മാവനെക്കുറിച്ചുള്ള കുട്ടിക്കവിതകളുടെ ആലാപനവും വായനാദിന പ്രതിജ്ഞയും കുട്ടികളുടെ കവിതാലാപനവും കാവ്യനർത്തകി എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരവും വിവിധ കലാപരിപാടികളും വേദിയിൽ അവതരിപ്പിച്ചു.
2025-26 അധ്യയന വർഷത്തെ സ്കൂൾ ഡയറി PTA പ്രസിഡന്റ് KK ഷൈൻ വാസ് പ്രകാശനം ചെയ്ത ശേഷം സ്കൂൾ ഡയറി കൺവീനറും ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകനുമായ ബിദ പി ദാസ് സ്കൂൾ ഡയറിയെ കുറിച്ച് സംസാരിച്ചു. വായനാവാരാഘോഷ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വായനാമുറി ഉദ്ഘാടനം, എഴുത്തുകാരെ പരിചയപ്പെടൽ, കവിതാ പാരായണം, കഥാകഥനം, വായനയുമായി ബന്ധപ്പെട്ട വചനങ്ങൾ ശേഖരിക്കൽ, പ്രശ്നോത്തരി, പത്രവായന എന്നിവയുടെ ഉദ്ഘാടനം നോവലിസ്റ്റ് സമീർ കലന്തൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ ഹിന്ദി വിഭാഗം മുൻ അധ്യാപകനും നിലവിലെ മാനേജറുമായ പ്രദീപ് മാസ്റ്റർ, പ്രധാനാധ്യാപിക ജയന്തി N മേനോൻ, സ്റ്റാഫ് സെക്രട്ടറിയും സോഷ്യൽ വിഭാഗം അധ്യാപകനുമായ ബിജോയ് എരണേഴത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് പ്രസംഗിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 പ്രവേശനോത്സവം നടത്തി. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 പ്രവേശനോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. ചടങ്ങ് അന്തിക്കാട് SHO സരിൻ S ഉദ്ഘാടനം നിർവഹിച്ചു. ബേസിക്കലി ഞാൻ മറ്റ് മോട്ടിവേഷനോ മറ്റു ഉപദേശങ്ങളോ ഒന്നുമല്ല പറയുന്നത്. ഞാൻ എൻ്റെ സർവീസ് ജീവിതത്തിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ, അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ലഹരിയെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ന് യുവതലമുറ ഏറ്റവും തൊട്ട് മുകളിലേക്കുള്ള കുട്ടികളാണ് ഇതിനകത്തേക്ക് വരുന്നത്, കൂടുതലും നമ്മുടെ നിരീക്ഷണത്തിൽ. അപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയയാണ്, നമുക്ക് ആക്സസ് ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് വരുന്ന വിദ്യാർത്ഥികൾ ആദ്യം ആലോചിക്കേണ്ടത്, ഞാൻ മുമ്പേ അധ്യക്ഷ പ്രസംഗം നടത്തിയ അദ്ദേഹം PTA പ്രസിഡന്റ് ഷൈൻ വാസ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ പ്രീത P രവീന്ദ്രൻ, സമാജം പ്രസിഡന്റ് ബിജു ഉല്ലേക്കാട്ടിൽ, വാർഡ് മെമ്പർമാരായ ധർമ്മൻ പറത്താട്ടിൽ, ബിന്ദു സതീഷ്, PTA വൈസ് പ്രസിഡന്റ് ആന്റണി CJ, സ്റ്റാഫ് സെക്രട്ടറി സൗമ്യ ദേവസി എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ലഹരിക്കെതിരെ യുവജനതയെ ബോധവൽക്കരിക്കുന്നതിനായി NSS വളണ്ടിയർമാർ തുടി എന്ന നൃത്തരൂപം അവതരിപ്പിച്ചു. കൂടാതെ വിദ്യാർത്ഥികളെ കലാപരിപാടികളും അരങ്ങേറി.
മണലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. CPIM മണലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച റാലി CPIM മണലൂർ ലോക്കൽ സെക്രട്ടറി KV ഡേവിസ് ഉദ്ഘാടനം നിർവഹിച്ചു. PS പ്രസാദ്, KR അഭിജിത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നാട്ടിക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായന മാസാചരണ പരിപാടികൾ സിനിമാ നടനും നാടക പ്രവർത്തകനുമായ സുർജിത് ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ മാസാചരണ പരിപാടികൾ സിനിമാ നടനും പ്രശസ്ത നാടക പ്രവർത്തകനുമായ സുർജിത് ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് UK ഗോപാലൻ അധ്യക്ഷനായി. മണപ്പുറത്തിന്റെ സ്വന്തം എഴുത്തുകാരനായ ബാപ്പു വലപ്പാട്, വിദ്യാരംഗം, സർഗവേദി മുതലായ വിവിധ ക്ലബ്ബുകൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ് അക്കാദമിക മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ HM ഷൈനി ടീച്ചർ, സീനിയർ അധ്യാപിക അർച്ചന P വിജയൻ, KK സന്തോഷ്, പ്രിൻസിപ്പൽ ഷജറത്ത്, വിദ്യാരംഗം കോർഡിനേറ്റർ KV ഷീജ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. അപ്പം കല ഈ മനസ്സിന്റെ പ്രതിസന്ധികളെ പരിഹരിക്കുന്നതാണ് കല. നമുക്ക് നല്ല വിഷുവിന് ചോറിന്റെ വിഷുവാണ്, പിന്നെ വിഷുവിന്റെ പ്രശ്നമില്ല. നല്ലൊരു വീടുണ്ടെങ്കിൽ നമുക്ക് മഴ വിടാതെ വെയിൽ വിടാതെ എടുക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ മനസ്സിന്റെ പ്രശ്നം പ്രതിസന്ധി നമുക്ക് വിഷമാണ്. ചിലപ്പോൾ ആളുകൾ അന്വേഷിച്ചിട്ട് നമുക്ക് അടിച്ചതിന്റെ ഇല്ലായിരിക്കില്ല, മനസ്സിനെ ഉൾപ്പെടുത്തില്ല. ചൂലൂർ AAILP സ്കൂളിൽ വായനാ ദിനത്തിന്റെ ഭാഗമായി വായനാ ദിനാചരണവും അറബിക് ക്ലബ് രൂപീകരണവും നടന്നു. BRC കോർഡിനേറ്റർ KA ആതിര ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക സിന്ധു ടീച്ചർ അധ്യക്ഷത വഹിച്ചു. അറബിക് അധ്യാപിക നൂർജഹാൻ ടീച്ചർ ക്ലബിന്റെ വായനയുടെ ആവശ്യകതയെക്കുറിച്ചും ക്ലബ്ബ് പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. വായനാ കാർഡിന്റെയും അക്ഷര കാർഡിന്റെയും പ്രദർശനവും നടത്തി. നൂർജഹാൻ ടീച്ചർ കുട്ടികൾക്ക് സ്നേഹാക്ഷര കാർഡുകൾ വിതരണം ചെയ്തു. വായനാ ദിനത്തിൽ വായനശാല തുറക്കാത്തതിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു. വായനാ ദിനത്തിൽ വായനശാല തുറക്കാത്തതിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു. വായനാ ദിനത്തിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ എടമുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് വായനശാല കെട്ടിടം കാലങ്ങളായി കാടുപിടിച്ച് ശോചനീയാവസ്ഥയിൽ കിടക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തിയത്. PN പണിക്കരുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി പുസ്തകം വായിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരിപ്പായിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് നൌഷാദ് ഇബ്രാഹിം, സുമേഷ് പാനാട്ടിൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അജ്മൽ ഷെരീഫ്, വൈശാഖ് വേണുഗോപാൽ, അഭിലാഷ് തേവർക്കാട്ടിൽ, MM ഇക്ബാല, സജിത്രയൻ തയ്യൽ, ശ്യാം ചന്ദ്രൻ നെടിയിരുപ്പിൽ, ഡേവിസ് വാഴിപ്പിള്ളി, ശരത് KH, വിപിൻ നമ്പുള്ളിക്കര, വിനീത് പയ്യാറ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ സെന്റ് മേരീസ് LP സ്കൂളിൽ വായനാ വാരം ആരംഭിച്ചു. ഏങ്ങണ്ടിയൂർ സെന്റ് മേരീസ് LP സ്കൂളിൽ വായനാ വാരം ആരംഭിച്ചു. ജൂൺ 19-ാം തീയതി വായനാ ദിനത്തോടനുബന്ധിച്ച് തുടക്കം കുറിക്കുന്ന വായനാ വാരാഘോഷങ്ങൾ മുൻ പ്രധാന അധ്യാപിക VD ഷീല അക്ഷരദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപിക സീജ ജോസഫ് T വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചേറ്റുവ എഴുത്തുകൂട്ടം പ്രവർത്തകർ സ്കൂളിലേക്ക് സംഭാവന ചെയ്ത പുസ്തകങ്ങൾ കുട്ടികളും അധ്യാപകരും ചേർന്ന് ഏറ്റുവാങ്ങി. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിച്ചു. കഥകളും കുട്ടിക്കവിതകളും പരിചയപ്പെടുത്തി. സ്കൂൾ ലീഡർ സായ് കൃഷ്ണ വായനാ കാർഡിലെ കഥ വായിച്ചു. BRC കോർഡിനേറ്റർ രേഖ ടീച്ചർ, സ്റ്റാഫ് പ്രതിനിധി CF ഫെമി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ ക്യൂസ് മത്സരവും സംഘടിപ്പിച്ചിരുന്നു.
നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തൃപ്പയാറിൽ വായനാ വാരാചരണത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ അശോകൻ ചെരുവിൽ നിർവഹിച്ചു. ഞാൻ എൻ്റെ കഥകളിലും നോവലിലും ഒക്കെ തന്നെ പരാമർശിച്ചിട്ടുള്ള കാട്ടൂർക്കടവ് എന്ന് പറയുന്ന നോവലിലൊക്കെ തന്നെ ധാരാളം പരാമർശിച്ചിട്ടുള്ള ഒരു ജലപാതയാണ്. അപ്പോൾ ഇവിടെ വരാനുള്ള കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ വയനാട്ടിനോടും കൂടിയാണല്ലോ നമ്മളിവിടെ ഒന്ന് ചേർന്നിരിക്കുന്നത്. പൊതുവെ വായനയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അധികം വിഷയമാകാതെ സാഹിത്യമാണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരു വിഷയമായിട്ട് ഭാഷയും പഠിക്കുന്നുണ്ട്. പ്രിൻസിപ്പൽ NC അനീജ അധ്യക്ഷത വഹിച്ചു. 2024 വയലാർ അവാർഡ് ജേതാവായ അശോകൻ ചെരുവിൽ ഇന്നത്തെ ഇന്റർനെറ്റ് യുഗത്തിൽ വായനയ്ക്കുള്ള അനന്ത സാധ്യതകളെപ്പറ്റി വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തി. ചടങ്ങിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ MV ലതിമോൾ, V ശശിധരൻ, സ്മിത NR, കവിത, രൂപ MV, സജിത NV, ദീപ MV, അപർണ VA, ലിജിന, സുഷമ PA എന്നിവർ സന്നിധരായിരുന്നു. ചടങ്ങിൽ അശോകൻ ചെരുവിലിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. വലപ്പാട് VHSC NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വായനാ ദിന ആചരണത്തിൽ അക്ഷരങ്ങളാൽ കാരുണ്യവും നന്മയും വിതറുന്ന മണപ്പുറത്തിന്റെ പ്രശസ്ത എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് നിറസാന്നിധ്യമായി. ഒരു 4ാം ക്ലാസ്സുകാരൻ എഴുത്തിനോടും വായനയോടും ആഭിമുഖ്യം പുലർത്തുക മാത്രമല്ല, 16ാം വയസ്സിൽ തുടങ്ങിയ ആ ജീവിത സബര്യ ജീവശ്വാസമായി ഇപ്പോഴും കൊണ്ടുനടക്കുന്ന കഥ ലളിതമായ ഭാഷയിൽ കുട്ടികളോട് വായനാ ദിന സന്ദേശമായി പങ്കുവച്ചു. കുട്ടികൾക്ക് യൂണിറ്റ് ലെവൽ ലൈബ്രറി തുടങ്ങാനുള്ള നിർദ്ദേശം നൽകുക മാത്രമല്ല, അതിനുള്ള പുസ്തകങ്ങൾ സംഭാവന ചെയ്യുകയും ചെയ്തു. ചടങ്ങിൽ സംസ്കൃതം അധ്യാപിക വിനോദിനി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ സിനി ടീച്ചർ, NSS പ്രോഗ്രാം ഓഫീസർ സാവിത്രി, മറ്റ് അധ്യാപകർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ പ്രവേശനോത്സവം വർണ്ണാഭമായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് RA ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ കണ്ണൻ മാസ്റ്റർ, HM ഇൻചാർജ് റീന ടീച്ചർ, VB അഹമ്മദ്, ഷൈന മുഹമ്മദ്, അബ്ദുൽ ജബ്ബാർ, സൗമ്യ, സുനിൽ, സബീന റാഫി, അനീഷ സലാം, അധ്യാപകരായ മീര മാത്യു, മഞ്ജു എന്നിവർ സംസാരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം തളിക്കുളം പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകൾക്കും പൂക്കൃഷിക്ക് ആവശ്യമായ തൈകളും ജൈവവളവും വിതരണം ചെയ്തു. സ്കൂളുകളിലെ ഗ്രീൻ ക്ലബ്ബുകൾക്ക് കാർഷിക ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും നൽകൽ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പൂക്കൃഷിക്ക് ആവശ്യമായ തൈകൾ വിതരണം ചെയ്തത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചെണ്ടുമല്ലി, ജമന്തി, വാടാർമല്ലി എന്നിവയാണ് വിതരണം ചെയ്തത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ എന്നിവർ സംസാരിച്ചു. കൃഷി അസിസ്റ്റന്റ് ജിഷ K പദ്ധതി വിശദീകരണം നടത്തി. ആകെ കേരളം അങ്ങനെ സുന്ദരമായി കൊണ്ടിരിക്കുക. ആ സൗന്ദര്യവർക്കല്ല ഭാഗമായിട്ട് നമുക്കൊരു കുറച്ച് വൃത്തി ഉണ്ടാകണമെന്ന് വെച്ചിട്ട് നമ്മുടെ ഹരിതകർമ്മസേനയൊക്കെ നമ്മളെ നല്ലോണം ഉപയോഗിക്കുന്നുണ്ട്. സംശയമുണ്ട? ഹരിതകർമ്മസേനയുടെയൊക്കെ സഹായത്തോടുകൂടി കേരളം ആകെ വൃത്തിയുള്ള ഒരു കേരളമായി മാറുന്നുണ്ട്. ഇനി കേരളം സുന്ദരമായി കൂടെ ആകണം എന്നാണ് ഗവൺമെൻറ്റും ജനങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സുന്ദരമാണെങ്കിൽ എന്ത് വേണം? നല്ല പൂക്കളൊക്കെ വേണം. CPM വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. CPIM വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് റാലി ഉദ്ഘാടനം ചെയ്തു. CPIM ലോക്കൽ സെക്രട്ടറി VA ഷാജുദ്ദീൻ അധ്യക്ഷനായി. KK അനിൽകുമാർ, VD പ്രേംപ്രസാദ്,
KD സതീഷ്, TN ഉദയകുമാർ, ഷൈന മുഹമ്മദ്, പ്രമീള ബൈജു, റെജീന രാജു തുടങ്ങിയവർ സംസാരിച്ചു. MV മധു, RK സൈനുദ്ദീൻ, PS വിനയൻ, സുലേഖ ജമാൽ, അസീബ അസീസ്, ഷൈജ ഉദയകുമാർ, PK ഹുസൈൻ, MS സുജിത്ത് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കണ്ടശങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ +1 പ്രവേശനോത്സവം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കൗൺസിലർ AS സഞ്ജു രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെൽജി ഷാജു, വാർഡ് മെമ്പർ കവിത രാമചന്ദ്രൻ, പ്രിൻസിപ്പൽ അബീദ A, PTA പ്രസിഡന്റ് CA മുരളി, SMC ചെയർമാൻ PA കിരൺ, പ്രധാനാധ്യാപിക ബീന K മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടികയിൽ ഓരുജലത്തിലെ മത്സ്യക്കൂട് കൃഷിയിൽ 100 മേനി കൊയ്ത് പണിക്കപ്പറമ്പിൽ സുരേഷ് ബാബു. മത്സ്യ കർഷകർക്ക് കൈത്താങ്ങാകാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പും കേന്ദ്ര സർക്കാരും സംയുക്തമായി നടത്തുന്ന പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന എന്ന പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച നാട്ടിക കനോലി കനാലിലെ ഓരുജല മത്സ്യക്കൂടുകളിൽ നിന്നും 100 മേനി മത്സ്യം കൊയ്ത് പണിക്കപ്പറമ്പിൽ സുരേഷ് ബാബു എന്ന മത്സ്യ കർഷകൻ. മത്സ്യവിളവെടുപ്പ് ഉത്സവത്തിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് നിർവഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ CS മണികണ്ഠൻ സംസാരിച്ചു. നാട്ടിക ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ് പദ്ധതിയുടെ വിശദീകരണം നടത്തി. നാട്ടിക കനോലി കനാലിൽ ചെമ്മാപ്പള്ളി തൂക്കുപാലത്തിന് സമീപമാണ് ഈ മത്സ്യക്കൂടുകൾ. ഈ പദ്ധതിയുടെ ആകെ ചെലവ് 3 ലക്ഷം രൂപയാണ്. ഇതിൽ 40% സബ്സിഡിയായി ലഭിക്കുന്നത്. നാട്ടിക മത്സ്യഭവൻ ഈ പദ്ധതിയിലൂടെ മത്സ്യകൃഷിക്കും വിപണനത്തിനുമായി 86 ലക്ഷം രൂപയാണ് കഴിഞ്ഞ 5 വർഷം ചെലവഴിച്ചത്. ട്രോളിംഗ് നിരോധനവും പ്രതികൂല മൺസൂൺ കാലാവസ്ഥയും മൂലം കടൽ മത്സ്യങ്ങളുടെ ലഭ്യത വളരെ അധികം കുറഞ്ഞ സാഹചര്യത്തെ മറികടക്കാൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാനത്തെ എല്ലാ മത്സ്യകർഷകരെയും ഏകോപിപ്പിച്ചുകൊണ്ട് കൃഷി ചെയ്ത നാടൻ മത്സ്യങ്ങളുടെ യഥാസമയത്തെ ലഭ്യത ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അത്ര ദൗർലഭ്യം മത്സ്യ രംഗത്ത് ഉണ്ടായ സമയത്ത് ഇങ്ങനെ ഈ പുഴയിലെ വെള്ളമൊക്കെ ഉപയോഗിച്ച് മത്സ്യങ്ങളെ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഏതായാലും വളരെ പ്രോത്സാഹജനകമായ ഒരു കാര്യമാണ്. അത് ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 കിലോ 15 കിലോ ഉണ്ടാവും ഇന്ന് പിടിച്ച്. ഇതിനു മുമ്പും ഇതിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏങ്ങണ്ടിയൂരിലെ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വായനാ ദിനത്തിൽ BLS ഏങ്ങണ്ടിയൂർ നൽകുന്ന സമ്മാന പെരുമഴ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് സ്കൂൾ മാനേജർ പ്രസന്നൻ കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഷൈനി അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾ ജൂൺ 19 മുതൽ ജൂലൈ 31 വരെയുള്ള മലയാളത്തിലെ മുഖ്യധാരാ പത്രങ്ങൾ വായിച്ച് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ക്വിസ് മത്സരങ്ങൾ ഹൈസ്കൂൾ UP വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കും. 2 സെക്ഷനിലും 1ാം സമ്മാനം 4000 രൂപ, 2ാം സമ്മാനം 2000 രൂപ, 3ാം സമ്മാനം 1000 രൂപയും നൽകും. കൂടാതെ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും മൊമെൻറ്റോയും നൽകും. പദ്ധതിയുടെ രൂപരേഖ BLS പ്രസിഡന്റ് OK പ്രൈസൺ അവതരിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ പ്രവീൺ, മനോജ് തച്ചപ്പള്ളി, രാജേഷ് ചുള്ളിപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ കഥകളും പത്രവായനയും സംഘടിപ്പിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നാട്ടിക തീരമേഖലയിൽ കടൽക്ഷോഭം രൂക്ഷം. കരുവന്നൂർ പുഴയും കനോലി കനാലും കരകവിഞ്ഞു. നിരവധി വീടുകളിൽ വെള്ളം കയറി. PN പണിക്കരെ അനുസ്മരിച്ച് നാടെങ്ങും വായനാ ദിനം ആചരിച്ചു. പഠനത്തിനിടയിലും പുതിയ കഥയെഴുത്തിന്റെ തിരക്കിലാണ് ES ആമി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.